പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കുമ്പോൾ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. സങ്കീർത്തനങ്ങൾ 64 അതിന്റെ 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. ഭക്തനായ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ, സങ്കടത്തിൽ കഴിക്കുന്ന അപേക്ഷ. സങ്കടത്തിൽ വാക്കുകള് അതിൻ്റെതായ ഉച്ചാരണങ്ങളൊന്നും കടന്നു വന്നില്ലേക്കാം. കടന്നു വരാതെ വിക്കി പറയുന്ന ആദരങ്ങൾ, കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ സങ്കടപ്പെടുന്ന വിധത്തിൽ ഞെരുങ്ങുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഇന്ന് പോയിക്കാലം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം, ആ സങ്കടത്തിൽ എന്റെ വാക്കുകൾ പുറത്തു വരാത്ത വിധത്തിൽ, നന്നായി പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, മുറിപ്പെടുന്ന അനുഭവത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കർത്താവെ, നീ ഒന്ന് കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് മുന്നോട്ടൊരു ഗതിയും ഉണ്ടാകത്തില്ലെന്നും ഒരു വിടുതൽ കിട്ടത്തില്ലെന്നും ശത്രു ഉള്ളങ്ങളെ മന്ത്രിച്ചുകൊണ്ട് ക്ഷീണിപ്പിക്കാൻ ഭയപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അനുഭവത്തിൽ നിന്ന് ദൈവമേ, നീ എന്നെ ഒന്ന് വിടുവിക്കണമേ. തീർന്നില്ല, എന്നെ ഈ ഭൂമിയിൽ ജീവനുള്ളവനായി പാലിക്കണമേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യാശയോടെ വീണ്ടും നമുക്ക് ദിനത്തെ ആരംഭിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ നടത്തുന്നതിനാൽ ദൈവകൃപയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.